ലെസ്ലി കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ലെസ്ലി ജോൺ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ലെസ്ലി, ഇപ്പോഴത്തെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 2:30 ഈ റിപ്പോർട്ട് പുറത്തുവിടും എന്നാണോ അറിയുന്നത്? അങ്ങനെയാണെങ്കിൽ ലെസ്ലിക്ക് 2:30 ആ റിപ്പോർട്ട് കൈപ്പറ്റാനാകുമോ? തീർച്ചയായും അത് കോടതിയുടെ സാങ്കേതിക പ്രശ്നം ഇനിയും ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഉച്ചയ്ക്ക് ശേഷം ഈ സിംഗിൾ ബെഞ്ചിനെ അപ്പീലുമായി എത്തിയ സജീവ് പാറയിലിന്റെ ഒരു അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് രാവിലെ എത്തിയിരുന്നു. അത് പരിഗണിക്കുക ഉച്ചയ്ക്ക് 1:45 ശേഷമാണെന്നാണ് അറിയുന്നത്. ആ ഇതിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഇൻഫർമേഷൻ ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും നിലവിൽ 12:52 നമുക്ക് മെയിൽ വഴി രേഖാമൂലം 2:30 ഓഫീസിൽ സാംസ്കാരിക വകുപ്പിന്റെ ഓഫീസിൽ സാംസ്കാരിക വകുപ്പിന്റെ ഇൻഫർമേഷൻ ഓഫീസറുടെ മുമ്പിൽ ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് കത്ത് ഇമെയിൽ വഴി ബന്ധം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇത് പ്രകാരം അതായത് ഈ റിപ്പോർട്ട് കൈപ്പറ്റാൻ 2:30 സാംസ്കാരിക വകുപ്പിന്റെ ഓഫീസിൽ എത്തിച്ചേരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്ന നിർദ്ദേശം ലെസ്ലിക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും സാംസ്കാരിക വകുപ്പിലെ ഇൻഫർമേഷൻ ഓഫീസറുടെ മുമ്പിൽ ഹാജരാവാനാണ് ഇത്തരത്തിലൊരു മെയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവിടെ ഒരു ഇതിനിടയിൽ ലെസ്ലി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സജിമോൻ പാറയിലിന്റെ ഹർജി തള്ളിയിരുന്നു. അതിൽ സജിമോൻ പാറയിലിന്റെ അപ്പീൽ ഇപ്പോൾ ഈ ഉച്ചസമയത്ത് കോടതി കേൾക്കാൻ പോകുന്നു എന്നാണോ പറഞ്ഞത്? തീർച്ചയായും 7 ദിവസം സജിമോൻ പാറയിലിന്റെ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളുന്ന ഘട്ടത്തിൽ 7 ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ